ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ചെമ്മീൻ ഫ്രൈ തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാനായിട്ട്. അതും നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വീടുകളിൽ ചെമ്മീൻ വാങ്ങുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പറാകാനും മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഈ ചെമ്മീൻ ഫ്രൈ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഉൾഭാഗത്ത് നിന്നും ആ ഒരു കുടലെല്ലാം വലിച്ചു നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെമ്മീനിലേക്ക് ഒരു മാരിനേഷൻ ഉണ്ട്. അതിനായിട്ട് ആദ്യമേ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചതച്ച കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ഇനി ഒരു മസാല നമുക്ക് അരച്ചെടുക്കണം. ഇതിനായിട്ട് ഒരു 8 പച്ചമുളകും 1 ബോൾ വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അരച്ചെടുത്ത അരപ്പ് ചെമ്മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് വെള്ളവും 1 സ്പൂൺ വിനാഗിരിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു രാത്രി മുഴുവനും തന്നെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഫ്രീസറിൽ ഒരു രാത്രി മുഴുവനും വെച്ച ചെമ്മീൻ നമുക്ക് വറുത്തെടുക്കുന്നതിന് മുമ്പേ ആയിട്ടൊന്ന് പുറത്തെടുത്ത് വെക്കണം. ചെമ്മീൻ്റെ ആ ഒരു ഐസൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു കോട്ടിങ് കൂടെ തയ്യാറാക്കാം. 1 ഗ്രാം അളവിൽ കോൺഫ്ലോറും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും ചേർക്കാവുന്നതാണ്. ഇനി കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടിയൊന്ന് മാറ്റി വെച്ചിട്ട് ചെമ്മീൻ വറുത്തെടുക്കാനായിട്ടുള്ള പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വന്നു കഴിഞ്ഞാൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ചെമ്മീനും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടിയിൽ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓരോ ചെമ്മീനും നമുക്ക് എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റാം. ചട്ടി നിറയെ തന്നെ ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റിയാൽ പിന്നെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയും മാറ്റാം. 2 വശവും മുരിഞ്ഞ് കിട്ടാനായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം രണ്ടാമതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡിയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടെങ്കിൽ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.